ഇത് സിമ്പിളായി കഴിഞ്ഞുണ്ട്. ഇതധികം പാടില്ല, സിമ്പിളായിട്ട് കളിക്കും. ഇനി ഈ ഒരു കട്ടിങ് കൊണ്ടാണുള്ളത്, സിമ്പിളായിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ ഭാഗം വന്നുകൊണ്ട് ഇങ്ങനെ നമുക്ക് അതുമാതിരി ഇങ്ങനെ അടുത്തത് ഇവിടെ ഇങ്ങനെ ഇതെന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടില്ല, ഇത് കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. കറക്റ്റ് അളവല്ല, ഇതേ അളവിൽ വരക്കാം. ഫുള്ളും ഇങ്ങനെ മുട്ടുമ്പോൾ സിമ്പിളായിട്ട് കിട്ടും. കണ്ടില്ല ഫ്രണ്ട്സ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു പീസ് കിട്ടും. നമുക്ക് നൈസ് മുറിച്ചെടുക്കാം. ഇനി അടുത്തത് ഇത് കൈകൊണ്ട് തന്നെ മുറിക്കാൻ പറ്റും. ഈ അളവിൽ വേണം. നമുക്ക് ഇതേ അളവിൽ മുറിച്ചെടുക്കാം. ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ എടുത്താലേ കറക്റ്റ് ആവുള്ളൂ, മറ്റോണം ചോക്കൊണ്ട് എടുത്തിട്ട് കാര്യമില്ല. ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അളവ് തെറ്റാൻ പറ്റില്ല, അളവ് തെറ്റില്ല. വെച്ചെടുത്തതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് വെക്കേണ്ടത്, ഇതിങ്ങനെ വെക്കാം. ഓക്കെ, ചെറിയൊരു ബേക്ക്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ബേക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ വെക്കണം. ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വീടാണ്. ഓക്കെ, ഇവിടെ ഒരു സാധനങ്ങളും വെക്കണം. അത് ഇങ്ങനെ വെക്കാനായിട്ട് നമുക്ക് പശ എടുക്കുന്നുണ്ട്. നമ്മളിവിടെ എല്ലാ പശുവും ചുറ്റും ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കാം. ഇതാണ് പെയിൻ ഭാഗം. അപ്പോൾ നല്ല കളർ ചെയ്യാൻ സുഖമുണ്ടാവും. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. ഇവിടെ ഒട്ടിക്കാം നമുക്ക്. പിന്നെയാണ് അപ്പോൾ നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ വയ്ക്കും. നമുക്ക് പശു കൊടുക്കാം. ഇവിടെ ഇങ്ങനെ മടക്കാം. നമുക്ക് മനസ്സിലാവില്ല പശു കൊടുക്കാം. നമ്മൾ പശ അവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പേപ്പർ ഇങ്ങോട്ട് അലിഞ്ഞ് പോകുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കണം. കുറച്ചേരൂടെ ഒട്ടിക്കാൻ വെക്കാം. ഇത് അടുത്തതാണ്. അപ്പോൾ അതും അതുമാതിരി ചെയ്യണം. ഇവിടെ നിന്നാണ് വരിക. അതും ഒന്ന് മടക്കാം. ഇത് നമുക്ക് അധികം പശ എടുക്കുന്നില്ല കേട്ടോ. അതെ, കുറച്ച് പശയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇതപ്പിക്കവിടെ വെച്ചിട്ട് നമുക്ക് ആ വീടിൻ്റെ ഇതിനും ഇങ്ങനെയാണ് ചെയ്യുന്നത്. തൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പെയിൻറ് ചെയ്യുമ്പോൾ ഇതൊക്കെ കറക്റ്റ് ആയിക്കോളും. ഇങ്ങനെയാണല്ലോ വരുന്നത് നമ്മുടെ വീട്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് ഒരു ഈ കടലാസിൻ്റെ മുകളിൽ വെക്കാം. ഇത് നമ്മുടെ മീത്തൊക്കെയാണ് സെൻസിട്ട് വെച്ചിട്ട് ഇനി നമ്മൾ നമ്മുടെ ഗെയിം സ്വിച്ചാണ് എടുക്കുന്നത്. ഇതാണ് ഇതെനിക്ക് ഇത് പോയപ്പോൾ കിട്ടിയതാണ്. ഇനി നമുക്ക് പെയിൻ്റാണ്. ഇതാണ് നമ്മുടെ സ്ക്വയർ പീസ്. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സുഖമായിട്ട് വെട്ടാൻ പറ്റും. ഇങ്ങനെ നുറുക്കി വയ്ക്കുമ്പോൾ നമുക്കിത് ഈ ഒരു രണ്ട് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. വിരിച്ചെടുക്കാം.
ആയിട്ടുള്ള ഭാഗമാണ്. ഉള്ളതാണ് ഇത്. ഞാൻ കുറേ ഇങ്ങനെ കട്ടിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ കാണാനില്ല. കുറേ കട്ടീസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. നമുക്ക് ഇവിടെയായിട്ട് പേസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. അത് ഇങ്ങനെയാണ് നമ്മുടെ മീൻ വരുന്നത്. അപ്പോൾ ഇത് മുന്നിൻ ഭാഗത്തേക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണതിനേക്കാൾ മുമ്പ് അപ്പോൾ ഈ പശ വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പതിയെ വെച്ചുള്ളൂ. ചിലപ്പോൾ കുറച്ചുകൂടി നേരം വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വേഗം കടലാസ് വെച്ച് ചെയ്യാം.